ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ നമ്മൾ നേരത്തെ കുടയത്തൂർ 7-ാം വാർഡിൽ ഒരു മരണം കണ്ടിരുന്നു. മിഷിക്കല്ലിൽ സുമതിയുടെ മരണം. അതിനൊപ്പം തന്നെ മറ്റൊരു സങ്കടകരമായ വാർത്ത കൂടിയുണ്ട്. വാഗമണ്ണിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. വൈക്കം സ്വദേശിയായ പ്രഭാകരൻ നായരാണ് മരിച്ചത്. വിവരങ്ങളുമായി ആൽവിൻ ഉണ്ട്. ആൽവിൻ, ഇടുക്കിയിൽ നമ്മൾ ഈ മറ്റ് പ്രത്യേകിച്ച് ഇടുക്കിയിലും അതേപോലെ തന്നെ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ സാഹചര്യം കുറച്ചധികം ആശങ്കപ്പെടുന്നതാണെങ്കിലും ഇടുക്കിയിൽ നിന്നാണ് ഇപ്പോൾ 2 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സേതു, ഇപ്പോൾ രണ്ടാമതൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ കാര്യം കൂടി പറയുകയാണ്. ഇടുക്കി വാഗമണ്ണിലാണ് കോലാഹലമേട്ടിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശിയായ പ്രഭാകരൻ നായരാണ് മരിച്ചത്. പ്രഭാകരൻ നായർ അവിടെ മകളുടെ വീട്ടിലെത്തിയതാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മൃതദേഹം പക്ഷേ ഇപ്പോഴും പുറത്തെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായും മണ്ണിനടിയിൽ തന്നെയാണ് എന്നുള്ളതാണ്, മണിക്കൂറുകളായി മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി വാഗമൺ കോലാഹലമേട്ടിലാണ് മറ്റൊരു മരണം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുമ്പ് അടൂർ മലയിൽ, ഈ തൊടുപുഴ കുടയത്തൂർ പഞ്ചായത്തിലെ അടൂർ മലയിലാണ് മറ്റൊരു മരണം സംഭവിച്ചത്. അവിടെയും ഉരുൾപൊട്ടലായിരുന്നു. അവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ സുമതി എന്ന സ്ത്രീയാണ് മരിച്ചത്. അവരുടെ ഭർത്താവ് രവി, മകൻ രതീഷ് എന്നിവരെ നേരത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ മണ്ണിനടിയിൽ പെട്ടിരുന്നു. 2:30 മണിയോടുകൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. സുമതി ഈ മണ്ണിനടിയിൽ പെടുകയായിരുന്നു. വലിയ ഉരുൾ വന്ന അവരുടെ വീട് പൂർണ്ണമായും തകർത്തുകൊണ്ടാണ്, വീട് തൂത്തെറിഞ്ഞുകൊണ്ടാണ് പോയത്. അങ്ങനെ ഭർത്താവ് രവി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും പക്ഷേ മകൻ മണ്ണിനടിയിൽ പെടുകയുമായിരുന്നു. അവിടെ നിന്ന് പിന്നീട് നാട്ടുകാരടക്കമുള്ള ആളുകൾ, പ്രദേശവാസികൾ പെട്ടെന്ന് അവിടെ നിന്ന് എത്തി അദ്ദേഹത്തെ രക്ഷിച്ച് അവിടുന്ന് റെസ്ക്യൂ ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആശ്വാസം. പക്ഷേ സുമതിയുടെ മരണം ഉണ്ടായി എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ സംഭവമാണ്. ഇപ്പോൾ രണ്ടാമതൊരു മരണം കൂടി ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മഴക്കെടുതിയോടനുബന്ധിച്ച് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇടുക്കിയുടെ മിക്കവാറും മേഖലകളിലൊക്കെയും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മത്തായിക്കൊക്കയിൽ എന്ന പരിസരത്ത്, അതായത് കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനത്തേക്ക് പോകുന്ന സ്ഥലമാണ്. മത്തായിക്കൊക്കയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിൽ ഒരു പോലീസ് ജീപ്പ് പൂർണ്ണമായും മണ്ണിനടിയിൽപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനം ചെയ്യാനായി എത്തിയ പോലീസ് സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് മാറിയപ്പോഴാണ് എത്രത്തോളം വലിയ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. അങ്ങനെ ആ ജീപ്പ് പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അടിമാലി മേഖലയിൽ ഈ ദേശീയപാത NH-47 ദേശീയപാതയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ചാക്കോച്ചി വളവിൽ വലിയൊരു പാറ അടർന്നു വീണിട്ടുള്ളത്. അവിടത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവിടെ മച്ചിപ്ലാവ്, ദേവിയാർ പുഴ കയറി കവിഞ്ഞ് മച്ചിപ്ലാവ് 10-ാം മൈൽ മേഖലകളിൽ പലയിടങ്ങളിലും വീടുകളിലൊക്കെ വെള്ളം കയറിയ സ്ഥിതിയുണ്ട്. വലിയ തോതിൽ അവിടെ മണ്ണിടിച്ചിലും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കോലാഹലമേട്ടിലാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. അതോടൊപ്പം തന്നെ ഏലപ്പാറയിലും പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പെരിയാർ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഉപ്പുതറ ചപ്പാത്തൊക്കെ ഏതാണ്ട് മുങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. പലയിടങ്ങളിലും മഴക്കെടുതികളുണ്ട്. കട്ടപ്പന വാഴവര റോഡ് ഗതാഗതം തടസ്സം പൂർണ്ണമായി ഉണ്ടായിട്ടുണ്ട്. കാര്യം വലിയ തോതിൽ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ അവിടെ നിന്ന് മാറ്റേണ്ട സമയമെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.